സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നെന്മേനി വാക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് അതിന്റെ പ്രവർത്തനം വരുന്നത്, നെന്മേനി വാകയുടെ. അപ്പൊ ആ നെന്മേനി വാക ഇതിൽ ചേർന്നിട്ടുണ്ട്, കണ്ടകാരി ചേർന്നിട്ടുണ്ട്, ആടലോടകം ചേർന്നിട്ടുണ്ട്. കണ്ടകാരി ചുണ്ട എന്ന് പറയുന്നത് ശരിക്കും ഈ ഭയങ്കരത്തിലെ ശ്വാസം തടസ്സമുണ്ടാകും നമുക്ക് ഈ ഫ്ലാങ്സ്, അതായത് നമ്മളുടെ ഈ പാർശ്വ ഭാഗത്തൊക്കെ ഭയങ്കര വേദന എടുക്കും. ശ്വാസതടസ്സം ഉള്ളവർക്ക് അറിയാം, നെഞ്ചിൽ നമ്മൾ ഭയങ്കരത്തിൽ ആയാസപ്പെട്ടാണ് ശ്വസിക്കുന്നത്. ഇവിടെയൊക്കെ അവർക്ക് സൈഡിലൊക്കെ ഭയങ്കര വേദനയായിരിക്കും. അത്തരത്തിലുള്ള വേദനയിലാണ് നമ്മൾ കണ്ടകാരി ആയുർവേദത്തിൽ ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ കണ്ടകാരി നമ്മളുടെ ഇവിടെ ചേർത്തിട്ടുണ്ട്. പിന്നീട് കഫത്തെ നീക്കം ചെയ്യണം, അല്ലെ, പുറത്തേക്ക് എടുക്കണം. അതിനായിട്ട് എന്തുണ്ട്, ആടലോടകമുണ്ട്, അതുപോലെ തന്നെ ചിറ്റമൃതം ഇതിൽ ചേർന്നിട്ടുണ്ട്. ഇനി കഫം ശ്വാസകോശത്തിലൊക്കെ നമ്മൾ കുറെ നാളിങ്ങനെ തടഞ്ഞിന്റെ വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ബാക്ടീരിയാസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആദ്യം തന്നെ ഈ തുപ്പുമ്പോഴത്തേക്കും കഫത്തിന്റെ കളർ നോക്കിയാൽ എന്താണ് കളർ, നല്ല മഞ്ഞ കളറിലാണോ പച്ച കളറിലാണോ എന്ന് ചോദിക്കും. അപ്പൊ കളറൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്, ബാക്ടീരിയാസ് അവിടെ കുമിഞ്ഞു കൂടിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മഞ്ഞൾ ഇതിൽ ചേർത്തിട്ടുണ്ട്, ആന്റി ബാക്ടീരിയൽ കർമ്മമുള്ള മഞ്ഞൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൃകടു ഇതിൽ ചേർത്തിട്ടുണ്ട്. അഗ്നി കൃത്യമല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ഏതൊരു രോഗത്തിന്റെയും മൂലസ്ഥാനമായിട്ടുള്ളത് അഗ്നിയാണ്. ഫസ്റ്റ് അഗ്നി നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് രോഗത്തെ നിയന്ത്രിക്കാനായിട്ട്. അപ്പൊ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റില് എന്തുണ്ട്, തൃകടു ചേർന്നിട്ടുണ്ട്. ഓക്കെ, തൃകടു, ചുക്ക്, തിപ്പലി, കുരുമുളക് ചേർന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് എങ്ങനെ കഴിക്കാം, നമുക്ക് അലിയിച്ചലിച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പാലില് അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. 1 to 2 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ, 10-20 ഗ്രാം ആണ് നമുക്കിത് കഴിക്കേണ്ടതായിട്ടുള്ളത്. ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു കോഴ്സ് ആയുർശ്വാസം എടുക്കുന്നത് കൊണ്ട് നല്ലതാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു കാലയളവിൽ നമുക്കറിയില്ല, ഇപ്പം എന്താണ് കോവിഡ് വരാത്ത ആൾക്കാർക്ക് നമുക്ക് പറയാൻ പറ്റുമോ എനിക്ക് കോവിഡ് വന്നിട്ടേ ഇല്ലാന്ന്. കാരണം നമുക്ക് ചില ലക്ഷണം വരാത്തതായിരിക്കാം, സിംറ്റംസ് കാണിക്കാത്തതായിരിക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും ആയുർശ്വാസത്തെ കഴിക്കാവുന്നതാണ്. ആ ഒരു ശ്വാസകോശത്തിന്റെ ഒക്കെ പ്രവർത്തനം കുറച്ചുകൂടി ഒന്ന് കൃത്യമാക്കാൻ സഹായിക്കുന്നതായതുകൊണ്ട് തന്നെ അപ്പൊ 10 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ നമുക്കിത് നിർദ്ദേശിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് പ്രഗ്നൻസിയിലും ലാക്ടേറ്റ്, അതായത് പാല് കൊടുക്കുന്ന സ്ത്രീകൾക്കും ഇത് നിർദ്ദേശിക്കാൻ പാടില്ലാത്തതാണ്. കൃത്യമായിട്ട് തുടർച്ചയായിട്ട് ശ്വാസതടസ്സം ചെറിയ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് 3 മാസം, ഞാൻ ആദ്യം പറഞ്ഞു 3-6 മാസത്തേക്ക് തുടർച്ചയായിട്ടുള്ള ഒരു ചികിത്സയിലൂടെ മാത്രമാണ് ശ്വാസതടസ്സത്തെയൊക്കെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. ഇപ്പൊ ന്യൂമോണിയ, ഭയങ്കരത്തിലുള്ള ആസ്മയ്ക്കൊന്നും നമ്മൾ ഇതുകൊണ്ട് മാത്രം ചികിത്സിക്കാനായിട്ട്, ഇതുകൊണ്ട് മാത്രം മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. അവരോട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻസ് എടുക്കാനായിട്ട് പറയേണ്ടതാണ്. ഇത്രയാണ് നമ്മളുടെ ആയുർശ്വാസം.